പണിപ്പാളിയും തോന്നുന്നു ഗൈസ്. ഒരു കൊച്ചിനെ മാത്രമേ കാണുന്നുള്ളൂ ഈ വഴിയിൽ. അത് സ്കൂളിൽ പോകണം. അതിനോട് ചോദിച്ചാൽ ചിലപ്പോൾ പേടിക്കും പെട്ടെന്ന് വണ്ടി എടുത്തിട്ട്. ഇപ്പം എന്താ ചെയ്യുക? ഇത് കുറേ നേരമായി കറക്കാൻ തുടങ്ങിയിട്ട്. സംഭവം കുറേ കറക്കാൻ തുടങ്ങിയിട്ട് ഈ സ്ഥലത്തോട്ടുള്ള വഴിയൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ 2-3 വട്ടം ഈ ഒരു വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. എന്നിട്ടും സ്ഥലം കണ്ടെത്തിയിട്ടില്ല. ഒരു ചേട്ടൻ ഉണ്ട്, ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഈ വിരിപ്പാറിന്റെ അവിടേക്ക് എങ്ങനെ ഇറങ്ങാം? ഞാൻ ചാലക്കുടി വരുന്നതാ. എനിക്ക് എന്റെ മുമ്പിലുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വന്ന വഴി അങ്ങോട്ട് തിരിച്ചു കിടക്കാന്നുള്ളത്. ചെറിയൊരു ഇപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോ ഇത് ഇവിടെ കാല് വെച്ചതായിരുന്നു. എൻ്റെ കാല് മൊത്തം വെള്ളത്തിന്റെ അടിയിൽ പോയി. കണ്ടില്ലേ? ഷൂ ഒക്കെ നനഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പോകുന്നത് വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത് അതിരപ്പള്ളി റൂട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ അടിപൊളി യാത്രയാണ്. തീർച്ചയായിട്ടും അതിരപ്പള്ളി റൂട്ടിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, നല്ലൊരു വൈബ് തരുന്ന ഒരു യാത്ര തന്നെ ആയിരിക്കും. എന്താ പറയുക, ചാലക്കുടി വിട്ട് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി എത്തണൊക്കെ ഒരു 10 കിലോമീറ്റർ മുമ്പേ തുടങ്ങും. നല്ല കാഴ്ചകളും ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിലുള്ള യാത്രകളും നല്ല മരത്തണലുകളും കാറ്റും ചെറിയ വെളിച്ചവും എന്താ പറയുക, അടിപൊളി തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ യാത്രയിലൂടെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിരിപ്പാറ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ 2 വഴിക്ക് പോവാം. ഒന്ന് ടൗൺ വഴി മെയിൻ റോഡായിട്ടുള്ള അതിരപ്പള്ളിക്കുള്ള മെയിൻ റോഡ് വഴി പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വെള്ളിക്കുളങ്ങര റോഡാണ്. വെള്ളിക്കുളങ്ങര റോഡിലോട്ട് കയറിയിട്ട് ചൗക്ക പള്ളിയുടെ അടുത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോഡ് തന്നെയാണ്. അത് ചാലക്കുടി ടൗൺ എത്തണാക്കാൻ മുമ്പ് IVGM ഹോസ്പിറ്റലുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വെള്ളിക്കുളങ്ങര റോഡ്. അടുത്ത ജംഗ്ഷനാണ് വരുന്നത് ഈ ചൗക്ക എന്ന് പറയുന്ന സെൻറ്റർ. അവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുള്ളൂ കേട്ടോ. 8:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കാലാവസ്ഥ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. അതല്ലാതെ പിന്നെ ഈവനിങ്ങിൽ പോകണം, അപ്പോഴും അടിപൊളി തന്നെ ആയിരിക്കും. ഇപ്പോൾ അവിടെ ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഒരു സീസണൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം തീർച്ചയായിട്ടും ചൂട് സമയമായി തുടങ്ങിയില്ല. വെള്ളമൊക്കെ കുറവാണ് ഉണ്ടാവാൻ സാധ്യത ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഈ വരുന്നൊരു ജംഗ്ഷനാണ്. അതായത് IVGM റോഡിൽ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന അടുത്ത ജംഗ്ഷനാണ് ഈ ഒരു ചൗക്ക സെൻറ്റർ. ഈ വലതുവശത്ത് കാണുന്നതാണ് ചൗക്കപ്പള്ളി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരിയേണ്ടത് റൈറ്റിലോട്ടാണ്. നേരെ പോയി കഴിഞ്ഞാൽ വെള്ളിക്കുളങ്ങര റോഡ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എലഞ്ഞിപ്പറയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ എത്തുന്ന ഈ ഒരു സെൻറ്ററാണ് എലഞ്ഞിപ്പുറ എന്ന് പറയുന്നത്. ഇവിടെ ആണ് നമ്മുടെ വാസുവേട്ടൻ്റെ കട ഉള്ളത്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. സാധാരണക്കാർ മുതൽ ഒരുപാട് ഈ യാത്രക്കാർ അതിരപ്പള്ളിക്ക് പോകുന്നവരൊക്കെ ഇവിടെ നിന്നാണ് കൂടുതലും ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നത്. പലതരത്തിലുള്ള വിഭവങ്ങളും ഭയങ്കര രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് ഈ വാസുവേട്ടൻ്റെ കടയിൽ കൊടുക്കുന്നത്. സമയം ഞാൻ പറഞ്ഞില്ലേ, 9 മണി 8:45 9 മണി ആവുന്നുള്ളൂ. അതിപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നൊരു ടൈമാണ്. അപ്പോൾ നല്ല രൂപത്തിൽ തന്നെ ക്യാമറയിൽ ഇങ്ങനെ ഗ്ലെയർ അടിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഗ്ലെയർ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എത്രത്തോളം അത് ക്ലിയർ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവില്ല. നല്ല രസമാണ്. എന്നാലും ആ ഒരു ഗ്ലെയർ അല്ലെങ്കിൽ ആ ഒരു സൂര്യകിരണങ്ങൾ ഇങ്ങനെ ക്യാമറയിലോട്ട് അടിക്കുമ്പോൾ ആ ഒരു വീഡിയോ ചിലപ്പോൾ കുറച്ചുകൂടി ഭംഗിയാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു സ്കൂൾ ബസ് റൈറ്റിലോട്ട് സിഗ്നലിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സമയം ഇതായിട്ടുള്ളൂ. പക്ഷേ ഈ രാവിലെ തന്നെ ഈ ഒരു ചെറിയ തണുപ്പിൽ, ഈ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചാലക്കുടി എത്തി അതിരപ്പള്ളി റൂട്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു തണുപ്പ് അനുഭവപ്പെടും. കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ നല്ല ഒരു കുറേ മലപ്രദേശം കാരണം കാറ്റും ഒരുപാട് മരങ്ങളും ഫോറസ്റ്റ് ഏരിയ കാരണം ചെറിയൊരു തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നല്ല രൂപത്തിൽ തന്നെ. അപ്പോൾ എനിക്ക് ഈ ഒരു രാവിലെ ഇങ്ങനെ ബൈക്കിൽ ഗുഡ് വെച്ചിട്ട് ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഈ ഒരു വെയിലിങ്ങനെ മണ്ണിൽ പതിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പാട്ട് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ. ഒന്നാലോചിച്ച് ശരിക്കും ആ ഒരു വരികൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ആ ഒരു ചെറിയ ചൂടും അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടോ. നമ്മൾ അതിരപ്പള്ളിയിലോട്ട് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഈ ഒരു ഏരിയ. ഇവിടെ രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങൾ വെച്ചിട്ട് വല്ലാത്തൊരു വൈബ് തരുന്ന ഒരു റോഡിൻ്റെ തുടക്കം തന്നെയാണ് ഈ ഒരു ഭാഗം. കണ്ടില്ലേ, നല്ലൊരു തണലിലോട്ടാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു സൂര്യപ്രകാശം കൂടി വരുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു നല്ലൊരു ഫ്രെയിമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിരിപ്പാറ ലക്ഷ്യമായിട്ട് വരുന്നവർ ഈ ഒരു അടിപൊളി സ്ഥലം കഴിഞ്ഞാൽ ചക്രവാണി വളവ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു വളവുണ്ട്. ആ വളവിൽ നിന്ന് നമുക്ക് തിരിയേണ്ടത് വലത്തോട്ടാണ്. ആ വലത്തോട്ടുള്ള റോഡ് നേരെ പോയി കഴിഞ്ഞാലാണ് ഈ വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ എല്ലാവരും ഈ ഒരു വളവ് ശ്രദ്ധിക്കണം. ഇവിടെ നിന്നാണ് നമുക്ക് വലത്തോട്ട് തിരിയേണ്ടത് കേട്ടോ. ഒരു വളവ് വലത്തോട്ട് തിരിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വളരെ വേഗത്തിൽ ഇതുപോലെ വാഹനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം വലത്തോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ. അതിരപ്പള്ളി ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1.5-2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വിരിപ്പാറ പോയിന്റിലോട്ടുള്ളൂ കേട്ടോ. പക്ഷേ റോഡ് ചെറിയ രീതിയിൽ മോശമാണ്, ഗട്ടറൊക്കെ ഉണ്ടെന്ന് പറയാം. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വലിയ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ ഇതിലേ പോകാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് വലിയ വാഹനങ്ങൾക്കും കടന്നു വരാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും തോന്നലും. ഞാനിപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ബോർഡും വഴി അങ്ങനെ ഒരു ഡയറക്ഷനൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഈ ഒരു എൻഡിങ്ങിലാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ പോയി നോക്കാം. ഈ ഒരു വിരിപ്പാറ ഏരിയയിൽ ഇവിടെ റൂംസൊക്കെ അവൈലബിൾ ആണ്. ചെറിയ രൂപത്തിലുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഈ പുഴയോരത്തോട് ചേർന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. ഞാൻ ആദ്യമായിട്ട് വരുന്ന കാരണം അവിടെ എത്തിയതിന് ശേഷമേ അത് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ എങ്കിലും എന്താണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു പുഴയോരം ഫാം ഹൗസ് എന്ന് പറഞ്ഞ മുമ്പ് ഒരെണ്ണം കണ്ട്, അതെന്താണെന്നറിയില്ല. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നല്ല റൂംസും അതുപോലെ ഈ റിസോർട്ടുകളുണ്ട്. അപ്പോൾ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാവുന്നതാണ്. നല്ല പ്രൈവസിയോട് കൂടിയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള റിസോർട്ടുകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് മുന്നോട്ട് പോവാം. പാളിയും തോന്നുന്നു ഗൈസ്. ഒരു കൊച്ചിനെ മാത്രമേ കാണുന്നുള്ളൂ ഈ വഴിയിൽ. അത് സ്കൂളിൽ പോകണം. അതിനോട് ചോദിച്ചതിനൊക്കെ പേടിക്കും പെട്ടെന്ന് വണ്ടി എടുത്ത്. ഇപ്പം എന്താ ചെയ്യുക, കുറേ നേരമായി കറക്കാൻ തുടങ്ങിയിട്ട്. ഈ വിരിപ്പാറ അത് അവിടെ നിന്ന് പോണ്ടേ? അവിടെ എവിടെ അവിടെ ആ റിസോർട്ടിൽ കൊടുത്താ അതിലേ പോണല്ലേ? അപ്പോൾ വഴി കടന്നു പോയി, കാണാൻ കഴിഞ്ഞില്ല. കൃത്യമായിട്ടൊരു ഡയറക്ഷനോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പേരിലാണ് നമുക്കിങ്ങനെ ഒരു പണി കിട്ടിയത്. ഈ ഒരു ഭാഗത്ത് ഒരു ചേട്ടനെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ആ ചേട്ടനോടൊന്ന് ചോദിച്ചോക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണെന്ന് തോന്നണം, പക്ഷേ വഴിയൊന്നും കാണുന്നില്ല. ഏതായാലും ഒന്ന് വണ്ടി നിർത്തിയിട്ട് പോയി ചോദിച്ചു നോക്കാം. ചേട്ടാ ഈ വിരിപ്പാറക്ക് ഇതിലേക്ക് ഇറങ്ങണ ഏതിലാണ്? ഇതെല്ലാം തോന്നുന്നു. ഇത് അല്ല ഇവിടെ വിരിപ്പാറ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു.
സംഭവം കുറേ കറക്കം തുടങ്ങിയിട്ട് ഈ സ്ഥലത്തോട്ടുള്ള വഴിയൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ 2-3 വട്ടം ഈ ഒരു വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്, എന്നിട്ടും സ്ഥലം കണ്ടെത്തിയിട്ടില്ല. ഒരു ചേട്ടൻ ഉണ്ട്, ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ വിരിപ്പാറിൻ്റെ അവിടേക്ക് എങ്ങനെ ഇറങ്ങാം? ഞാൻ ചാലക്കുടി നിന്ന് വരുന്നതാ. എവിടുന്ന്? ആ വളവ് ഇങ്ങനെ ഇങ്ങോട്ട് വരണ അതേ നേർക്ക് തന്നെ പുഴയിലേക്ക് ഇറങ്ങാൻ ഒരു ഇടുങ്ങിയൊരു വഴിയാ. അതാ റിസോർട്ടിന്റെ റിസോർട്ടുകളിലെ മൊത്തം ഈ അറ്റത്തായിട്ട് കറക്റ്റ് നേരെ ഇതിപ്പോ ഈ വളവില് ഇങ്ങനെ വളവില്ലോ, വളവ് നീർന്ന് ഇങ്ങോട്ട് കടക്കാം. അപ്പൊ അവിടെ തോടുണ്ടാവും, തോടുമ്പോ കുഞ്ഞൊരു സ്ലാവ് ഉണ്ട്, അതുപോലെ ഇങ്ങോട്ട് കടക്കാം. ഒരു 2 മീറ്റർ കൂടി നീങ്ങുമ്പോ നേരെ ഒരു ഗുദാമ് പോലെ വഴി തന്നെ മെയിൻ അതുള്ളൂല്ലേ. വേറെ ഇതൊക്കെ പ്രൈവറ്റ്. നമ്മൾ നേരത്തെ പോയ ആ ഒരു വഴി തന്നെയാണെന്നാണ് പറയണത്. പക്ഷെ അതിലേക്ക് കടക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഏതായാലും വണ്ടി നിർത്തി പോവാം, പോയി നോക്കാം, കടക്കണം, ചാടി കടന്നേ പറ്റൂ, നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റിസോർട്ടിൻ്റെ സൈഡിലോട്ടുള്ള ഈ ഒരു വഴി തന്നെയാണ് ഇങ്ങോട്ട് കടക്കാനുള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇതാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു വഴി. ഇതിലെങ്ങനെ കടക്കുക? ഇത് ആ സ്റ്റെപ്പ് അവിടെ വരെ ഉള്ളൂല്ലോ, പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ചാടി കടന്ന് പോകണമല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പിന്നെ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു, പിന്നെ വൻ ടാസ്കുകളാണ് നമുക്ക് കടക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കടന്ന് സൂക്ഷിച്ചിറങ്ങണം. പിന്നെ ഈ ലെഫ്റ്റിലൊരു വഴി കാണുന്നുണ്ട്, നല്ല പാമ്പും പെലിച്ചായികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയാണ്. രക്ഷോനെ രക്ഷിക്കണേ. കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമുക്ക് അങ്ങനെ ഒരു പേടി തോന്നും. കാരണം വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും നല്ലൊരു സ്ഥലത്തേക്ക് ഈ ഒരു വഴിയാണോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കണ്ട് അടുത്ത ടാസ്ക് മുന്നിൽ വന്നു, ഈ സംഭവം ചാടിക്കടക്കണം. ഈ വഴി കൂടാതെ ഇനി വേറെ വഴി ഉണ്ടാവോ എന്നൊരു സംശയം ഇല്ലായില്ല. ഏതായാലും ഒരു വടിക്കഷ്ണം കാണുന്നുണ്ട്, ഒരു ചെറിയൊരു മരത്തടി ഇട്ടിട്ടുണ്ട്. അതിൽ ചവിട്ടി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും കടക്കാതെ പറ്റൂല, മെല്ലെ വെച്ച് നോക്കാം. യേശോദേ, ഓ ഒരേ കടന്നിട്ടി. സൂക്ഷിച്ച് കിടക്കണം കേട്ടോ, ഭയങ്കര ഡേഞ്ചറാണ്. സ്ലിപ്പാവാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. ചെളിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ പൊന്നി, ഇതിലാണ് കടന്നു പോകേണ്ടത്. നോക്കിയേ, ഇപ്പം വൈകുന്നേരങ്ങളിലൊന്നും വരാൻ പറ്റില്ല കേട്ടോ, നല്ല വെളിച്ചുള്ള സമയത്തൊക്കെ വന്നാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ നേരിടണം. ഏതായാലും ഫൈനലി നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്. ഇതാണ് വിരിപ്പാറ എന്ന് പറയുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള പ്രകൃതി കൊണ്ടിങ്ങനെ സുന്ദരമായിട്ടുള്ള വളരെ ഭംഗിയേറിയ ആ ഒരു വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഈ വലത്തെ സൈഡിൽ കാണുന്നതൊക്കെ റിസോർട്ടാണ്. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്ത് നല്ല രൂപത്തിൽ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്നതാണ്. എല്ലാ റൂമിൽ നിന്നും ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലോട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നല്ല രൂപത്തിൽ ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയത്ത് ആരുമില്ല. ഇതിപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. വെയിൽ ഉദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ടാസ്കുകളൊക്കെ ഉണ്ട്. നല്ല ചൂടുണ്ട്. പിന്നെ ഈ പാറകളൊക്കെ നല്ലോണം ചുട്ടുപഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. പക്ഷെ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ അതിരാവിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രൂപത്തിൽ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ഒരു വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഈ പാറകൾ ഇങ്ങനെ വിരിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നിരന്ന് കിടക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ രൂപത്തിലുള്ള വെള്ളച്ചാട്ടവും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടുള്ളൊരു എന്താ പറയുക, വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ പറയാം, ഇവിടെ ഇപ്പോൾ ഈ സീസണല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആളുകളും കുറവാണെങ്കിലും ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ വൈകുന്നേരങ്ങളിലായാലും ശരി,
അല്ലെങ്കിൽ അതിരാവിലെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പാറകളിലൊക്കെ ഇരുന്ന് ഫാമിലി ആയാലും ശരി വന്ന് അത്യാവശ്യം എൻജോയ് ചെയ്ത് മനസ്സിന് നല്ല കുളിർമുണ്ടായിട്ട് തിരിച്ചു പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു വിരിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് കടന്നു വരാനായിട്ടൊരു പ്രോപ്പറായിട്ടുള്ളൊരു വഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് കൃത്യമായിട്ട് കടന്നു വരാനൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്ക് വളരെ വലിയൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാവിലെ തന്നെ വരണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുള്ളൂ. പക്ഷേ നല്ല രൂപത്തിൽ തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു പാറകളൊക്കെ ചുട്ടുപഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമൊന്ന് ആവി വന്നാൻ തുടങ്ങും. നല്ല ചൂടുണ്ട്. പക്ഷേ ഈ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നല്ല അടിപൊളി തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര തണുപ്പ്. അതാണ് പറഞ്ഞത് ഇവിടെ ഈ പാറയുടെ അവിടെയൊക്കെ നല്ല ചൂടുണ്ടെങ്കിൽ കൂടെയും വെള്ളത്തിന് ഭയങ്കര തണുപ്പ് കേട്ടോ. എനിക്ക് എൻ്റെ മുമ്പിലുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വന്ന വഴി അങ്ങോട്ട് തിരിച്ച് കിടക്കാന്നുള്ളതാണ്. ചെറിയൊരു മരത്തടി ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു വഴി ഒരുക്കിയിട്ടുള്ളത്, അല്ല വഴിയുള്ളത്. അപ്പോൾ ഇനി അതിലങ്ങോട്ട് ചാടി കിടക്കാന്ന് പറയുന്നത് നല്ല രൂപത്തിലുള്ള റിസ്ക് തന്നെയാണ്. കാരണം വീണ് കഴിഞ്ഞാൽ വെള്ളത്തിലാവും, ഡ്രസ്സൊക്കെ നനഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്നൊരു രണ്ടും കൽപ്പിച്ച് വരാം. ആ ഒരു പാലം കടക്കാനുള്ളൊരു മനോധൈര്യം ഉണ്ടാക്കിയിട്ട് വരാം. കുട്ടികളായിട്ട് വരുന്നുണ്ടവർ ശ്രദ്ധിക്കുക, കടക്കുമ്പോൾ വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. പിന്നെ വെള്ളം ഒരുപാടുള്ള സമയത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രൂപത്തിൽ ഇതിലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ വെള്ളത്തിലൂടെയൊക്കെ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ സ്ലിപ്പ് ആവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് മാത്രമേ ഫാമിലി കുട്ടികളൊക്കെ ഈ വഴി വരാൻ പാടുള്ളൂ. പിന്നെ ആ കാണുന്ന സ്ഥലത്തേക്ക് കടന്ന് പോകാൻ പറ്റും എന്നൊരു അറിവ് എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് കടക്കാൻ വഴികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതിലേ നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങോട്ട് കടക്കാം. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വന്യജീവികളോ എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞേ ഇല്ലല്ലോ, അവിടെ കാലതാമസമുള്ളതാണ്, കടകളുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എത്രത്തോളം ശരിയാന്നുള്ള കാര്യം അറിയില്ല. അപ്പം ഞാൻ ഏതായാലും അത്തരത്തിലൊരു റിസ്ക് എടുക്കുന്നില്ല. നമ്മളെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അങ്ങോട്ട് പോവാം. ഒറ്റയ്ക്ക് പോകാൻ ചെറിയൊരു പേടിയെന്ന് പറയാം. അല്ല പുലിയുടെ മുമ്പിലൊക്കെ പോയി പെട്ടാലോ. ഇതാണ് ആ വഴി. ഈ ഒരു സംഭവം കടക്കലാണ് വൺ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് എന്ത് വഴി എന്നാ പറയുക ഇതിനെ? നോക്കി, ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സുന്ദരമായ ഒരു സ്ഥലത്തോട്ട് കടക്കാനുള്ളൊരു വഴിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ ഇവിടെ കാല് വെച്ചതായിരുന്നു. എൻ്റെ കാല് മൊത്തം വെള്ളത്തിൻ്റെ അടിയിൽ പോയി, കണ്ടില്ലേ? ഷൂ ഒക്കെ നനഞ്ഞു. ഇപ്പോൾ ഞാൻ തിരിച്ച് പോയിട്ട് ഈ പാറയുടെ അടുത്ത് പോയിട്ട് ഉണക്കാണ്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഉണ്ട്, ഇത്ര വരെയും അടിയിലോട്ട് പോയി വെള്ളം കയറി ശരിക്കും ഷൂവിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണക്കാനിടാന്ന് വിചാരിച്ചു. ഇവിടെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും, നല്ല ചൂടുണ്ട്. ഷൂ ഉണക്കാനിട്ടു, വൺ ടാസ്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ, അതായത് ഈ വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇതുപോലെ ചെറിയ കൊച്ചു വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. കൂടുതലും ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ.